എന്നെ കൂട്ടാതെ നിങ്ങൾ എന്താ പോയത്? ഞാൻ അറിഞ്ഞു നിങ്ങൾ വെളിയിൽ പോയത്. ഞാൻ കുടുങ്ങി താഴത്തേക്ക് വന്നപ്പോണ്ട് ആ ചുരിദാറുകൾ എന്റെ താത്താരല്ലേ. ഓ ആ കളയെ പഴുത്താണ് ഐ ലവ് യു ഒക്കെ. ഐ ലവ് യു ഒക്കെ ഇവിടെ നല്ല അടിപൊളി ഉണ്ണിയപ്പം. ഇന്നലെ കൊടുത്തത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. ഞാൻ കളിച്ച് നിൽക്കലവിടെ എലിഫന്റ് ഉണ്ട്. കൊമ്പനാന കുട്ടപ്പൻ വാ. ആന എപ്പോഴേ ഒരുങ്ങി റെഡിയായി. ഞങ്ങൾ സ്വല്പം വൈകി. നിങ്ങളെന്താ ആളെയാ നടന്ന് വേറെ ടീമിന്റെ കൂടെ ഒക്കെ പോണേ. നിങ്ങളെ ഫോണിൽ നോക്കി ആനന്റെ തൊട്ടടുത്ത് നിൽക്കണ്ടെന്നുള്ളൂ. നല്ല ടെൻഷൻ. ആന ഇളകി എവിടെ കൂടെ ഓടണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരും പറഞ്ഞില്ല. ഉണ്ണിയപ്പം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരുവിധം ഒരു മോൻ ഒരുക്കി വിട്ട്. രണ്ടാമത്തെ പണി പിന്നെ പാട്ടി വിട്ടു. അതൊക്കെ അടിപോയി. അതൊക്കെ അതിനായി. ബീഫ് ടേസ്റ്റ് ഒക്കെ തന്നാണ് കേട്ടോ. അല്ലാതെ കുറച്ച് മാങ്ങകൾ അവശേഷിക്കുന്നുണ്ട്. തണുപ്പ് വേണ്ടി ഞങ്ങൾ എടുത്തുവെച്ചാണ്. ചെറിയ കുത്തുമ്പോടൊക്കെ ഇതൊക്കെ നല്ല വന്നിട്ട്. നോക്കിയാ ഒരു കുത്തുപോലും വീഴാത്ത മാങ്ങ. ഇവിടെ നല്ല അടിപൊളി ഉണ്ണിയപ്പം. ഇന്നലെ കൊടുത്തത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. രാവിലെ തന്നെ ചൂടപ്പം പോലെ ശർക്കരപ്പക്കടം വഴി വന്നതാണ്. അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഷായത്തൊന്നും പണിയെടുത്ത് കണ്ടില്ലേ നിങ്ങൾ? ഓ നല്ല ചട്ടി കേട്ടോ. ജാസ്റ്റിന്റെ ചട്ടി ചട്ടിന്റെ ഗുണം. നല്ല ഒട്ടിപ്പിടിക്കാണ്ടുകളായല്ലേ. നല്ല മഴക്കുണ്ടായിരുന്നു. നല്ല രസം. പെണ്ണുങ്ങളൊക്കെ അവിടെ എന്തൊക്കെ തകൃതിയായ പണി കേട്ടോ. എല്ലാരും നേർച്ചപ്പണിയില്ല. നല്ല നേർച്ചത്തിരക്കിലാ. ഓ ഉമ്മച്ചി അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ. ബീഫ് പിന്നെ ഡാഡി ഇന്നലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താണ് കഴിച്ചിട്ട് നേർച്ചയായിട്ട്? കളിപ്പാട്ട വണ്ടി മേടിക്കാൻ പറ്റിയ പ്രായം. ഫോൺ കണ്ടു കിടക്കാൻ എല്ലാവരും. കളിപ്പാട്ട വണ്ടി മുഴുവൻ മേടിച്ചു തരണോ? പെങ്ങളെവിടെ നീച്ചിട്ടില്ല? പെങ്ങള് നല്ല ഉറക്കാം. എന്നെ കൂട്ടാതെ നിങ്ങൾ കാഴ്ച കാണാൻ പോയി അല്ലേ? യാമി നീ കൂടി എന്നെ ചതിച്ചല്ലേ? എന്നെ കൂട്ടാതെ നിങ്ങൾ എന്താ പോയത്? ഞാൻ അറിഞ്ഞു നിങ്ങൾ വെളിയിൽ പോയത്. ഞാൻ കുടുങ്ങി താഴത്തേക്ക് വന്നപ്പോണ്ട് ആ ചുരിദാറുകൾ എന്റെ താത്താരല്ലേ. നീ എന്നെ കൂട്ടാതെ ആ ഓരോ കളിസ്ഥലാണ്. നീ എവിടെ പോയത്? എന്താ കണ്ടേ യാമി? എന്ത് കണ്ടോ? ആണനെ കണ്ണു നിറഞ്ഞോ? മനസ്സിലായോ? ആ കൊമ്പനാന കുട്ടപ്പനെ കണ്ടോ യാമി? എന്ത് കണ്ടേ? ഓ കണ്ടോ? ബുൾബുൾ പോയില്ലേ? ഈ ബുൾബുൾ ഇടയ്ക്ക് ഉള്ളിൽ കയറി വരും ഗൈസ്. ഫാനിന്റെ മേലെ ബുൾബുളിന്റെ കൂടുണ്ട്. ഒരു പക്ഷി, കുഞ്ഞു തൊപ്പി പക്ഷി. എന്ത് കണ്ട്? നേരത്തെ ബ്ലോഗ് കൊണ്ട് അഞ്ച് കളിയാ. ബ്ലോക്കായോ? ആ കൊടിയേറ്റെന്തോ. എന്താ ചുള്ളനയക്കണല്ലോ. ടീമിലെടുക്കണോ? നേർച്ച ടീമിലുണ്ടോ? എന്തിനാ സാധനം തന്നെ? അപ്പൊ പനമ്പട്ടയാണോ? ഇങ്ങനെ എന്താ ചോറ് എന്നാണോന്ന് വിചാരിക്കോ? നല്ല ഉണ്ണിയപ്പം കുമ്മാന്ന് പൊരിച്ചു വെച്ചിരുന്ന ശരിയാക്കി പൊള്ളി ഉണ്ണിയപ്പട്ട. ഇന്ന് ഞങ്ങൾക്ക് നേർച്ചക്ക് കസറാനുള്ള ഡ്രസ്സുകളാണ്.
ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നല്ല റെഡ് കളർ ഒരു മൽച്ചന്തേരി. ഇതോൾക്ക് കസറ. എനിക്ക് കസറല്ല ശരിയാക്കി തരില്ലേ? വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഷാമി യൂനോ കാർഡ്സ് കളിക്കാം. എന്താ? ഹലോ ബേബി. ഹലോ ബേബി. ന്റെ പ്രതിനിധിയായിട്ട് ഷാണ്ടനാട്ടോ വന്നേക്കണത്. എന്താ മമ്മ വരില്ല? ഓ ആ എനിക്ക് അനുമോളാണോള്. അല്ല ഷാനുമോളെ കളിക്കാം. ആ ഇതിന് പറയാനും പറ്റും. വിളിച്ചപ്പോ ഒറ്റ ചാട്ടം ബെഡിക്ക്. എന്താ സാധനം അറിയോ? എന്റെ ഒരു ഫ്രഷ് ആയി വന്നേക്കോ. മേക്കപ്പ് അല്ല പഠിച്ചോനെ. എനിക്ക് റെഡി വൺ. എന്താണ് കുറുമ്പി? ആ ഓക്കെ വേഗം കുളിച്ച് ഫ്രഷ് ആയിക്ക. എന്താ അത്? ഫ്രഷ് ആയിക്ക വേഗം. കണ്ടോ എന്താണ് അതിന്റെ? അപ്പൊ ബോധം പോവും. അത് ഉറങ്ങിയടി. കുട്ടി ഉറങ്ങിയേ. പിന്നെ എങ്ങനെ കുളിക്കുക? ആ യാമി ഉറങ്ങി. ഇനിയിപ്പൊ എങ്ങനെ കുളിപ്പിക്കുക? ഉറങ്ങി ഉറങ്ങി. ഇല്ല കൂർക്ക വച്ച്. ഏതാ ഡീപ് സ്ലീപ്പിലാ. ഉറങ്ങി ഉറങ്ങി. കൂർക്കം വലി കേക്കണ്ട്. അമ്മന് കൊടുത്തയച്ചിട്ട് ഷാനിട്ടം വന്നപ്പോ എങ്ങനെയാ നീ ഗുലാബ് ജാമുൻ യമ്മി. ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ട് കുട്ടിക്ക് രസണ്ടാ. യമ്മി പറഞ്ഞ യമ്മി. ഗുമ്പുമെന്നുള്ള മാങ്ങ ടെൻസുള്ളു കാണണ്ട. അപ്പം മേടിച്ചോണ്ട് പോകും. മാങ്ങ ഇങ്ങനെ ഞെക്കി 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 ഫ്രൂട്ടി പരുവത്തിലാക്കി ഓട്ട പല്ലോണ്ടിടാം. ഇവിടെ കഴിക്കും. അല്ല ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഓറി ഓറി കുടിക്കുക. അതാണ് നമ്മുടെ നോക്കടി. അല്ല മാങ്കോ കഴിച്ചാൽ പിന്നെ കുട്ടി ഡ്രസ്സിലായ പ്രശ്നമുണ്ടോ? എന്നത് പിടിക്കും. നല്ല മാങ്കോ ഉണ്ട്. കഴിച്ചോ? ഗുഡ് എങ്ങനെയാ മീ? ഓക്കെ അതാണ് ഗുഡ്. ഓക്കെ മാങ്കോ കഴിക്കാം. ടേസ്റ്റ് ഉണ്ടോ? ഓ അത് കളിയെ വെളുത്താണ്. ഐ ലവ് യു ഒക്കെ. ഐ ലവ് യു ഒക്കെ അന്നത്തെ ആ സിലബസ് അവിടുന്ന് കരം. ഐ ലവ് ഹേർട്ടൊക്കെ വരുമോ? എന്താ ഇത് മാങ്ങ പിടിക്കണ വെച്ചിട്ടേ വേണ്ട മാറ്റി പിടിച്ചു. ആ വേണ്ടേ? അതാ പ്ലേയിങ് ന്യൂസിന്റെ ആട്ട് കൊടുക്കുന്ന അറിഞ്ഞില്ല. ഐ ലവ് യു കൊടുത്ത് അറിഞ്ഞില്ല. നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടാ. ഒരു 4:30 ആകുമ്പോഴത്തേനെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ നമ്മൾ സ്ഥിരം സ്ഥലത്ത് നിന്നിട്ടാണ് നേർച്ച കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാ പ്രാവശ്യവും നമ്മളെ വീട്ടിൽ ഫ്രണ്ടിൽ ആന ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വീട്ടിലെ ഫ്രണ്ടിലാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിലത്തെ വീട്ടിൽ ആനയുണ്ട് കേട്ടോ. ടീമുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ മിററിൻ്റെ ഫ്രണ്ട് സ്ഥലം പിടിക്കട്ടെ. ഇതേ സൺസ്ക്രീനുമാണ്, പ്രൈമറുമാണ്, മോയ്സ്ചറൈസറുമാണ്. റിയൽ വീട്ടിലൊരു ആനൻ്റെ കിടുക്കം കേൾക്കുന്നുണ്ട്. ആന ആ സൈഡിൽ നിർത്തിക്കുന്നുണ്ട്. അവിടെ ആന ഒരുങ്ങുന്നു, ഇവിടെ ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളാണോ ആനയാണോ ആദ്യം ഒരുങ്ങിയതെന്നോ? ഇപ്പോൾ ഒരു ആനയായിരിക്കും. അപ്പുറത്തെ ആന അപ്പുറത്തെ ഞങ്ങൾ. ഇപ്പുറത്തെ ആന ഞങ്ങൾ മത്സരിച്ചെടുക്കാം. കളിച്ച് നിൽക്കുന്ന എലിഫന്റ് ഉണ്ട്. കൊമ്പനാന കുട്ടപ്പൻ
വാ. ആന എപ്പോഴേ ഒരുങ്ങി റെഡിയായി. ഞങ്ങൾ സ്വല്പം വൈകി. നിങ്ങൾ ഡ്രസ് കോഡാണല്ലോ. കൊമ്പനാണ് കുട്ടപ്പൻ. യാമി അത് പോണ് പോവാ ഞാൻ പറഞ്ഞിട്ട്. ഈസുവിന്റെ വൈത്താലെയാണല്ലോ. യാമി ഇവിടെ വാ. ഞങ്ങൾ കൊമ്പനാനെ കുട്ടപ്പനെ കാണാൻ പോവാട്ടോ. സുലു നാട്ടിലാവുമ്പോ കൂടി നേർച്ചക്ക് വരാറില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വിളിക്കണം, ഷെഫ് കുട്ടാ ഒന്ന് വാടാ ഒന്ന് വാടാ, പൊതച്ചെടുക്ക. ഇപ്പഴും പൊതച്ചെടുക്ക. ഇപ്പൊ അയർലൻഡിലാണെന്ന് മാത്രം. എങ്ങിട്ടാ അവിടെ നിക്ക് മമ്മി ഇവിടെ അവിടെ നിക്ക്. നോക്ക് പോണോ. യാമി ഒന്ന് നിക്ക്, മമ്മി ചോദിക്കട്ടെ. യാമി കൊമ്പനാണെന്ന് കാണാൻ പോവാ. കൊമ്പനാണ് കാണാൻ പോവാ. ബാബാ ഒരുവിധം അപ്പൊ എല്ലാരും റെഡിയായി വരുന്നുണ്ട്. ഫാമിലി മൊത്തം വരുന്നുണ്ട്. യാമി പോലെ യാമിക്കാണെങ്കിൽ ആടനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഇവിടെ എന്നാലും കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടെ ഞങ്ങൾ. അപ്പൊ ഇവിടെ നിൽക്കുന്നുള്ളൂ. ആ കളിപ്പാട്ട് നമുക്ക് മേടിക്കട്ടോ. ആനനെ കണ്ടിട്ട് ആകെ വിജൃംഭിച്ചു പോയി. ആനന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളൂ. നല്ല ടെൻഷൻ. ആന ഇളകി എവിടെ കൂടെ ഓടണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ചെരുപ്പ് അഴിച്ചിട്ട് ഓടണം എന്നാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. യാമി ആന പോയോ? ആന പോയോ? നിങ്ങളെ നേർച്ചക്ക് കിട്ടാട്ടോ. ബ്രാൻഡഡ് ഒന്നല്ല കിട്ടാ. ഒരു ബൊമ്മക്കുട്ടിനെ വാങ്ങിച്ചേരട്ടെ യാമി? യാമി കുട്ടി എന്താ തത്തമ്മ അഞ്ഞ് രാത്രി വാങ്ങിക്കപ്പോ കിട്ടിയിട്ടുള്ള സ്ഥലം കണ്ടത്. ഫുട്ബോൾ കളി കണ്ടില്ല പോലും. ഞങ്ങളൊന്നും എടുക്കാം. ഇതൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ കളിക്കൂട്ടുകാരാണ്. സുരേട്ടനൊക്കെ അറിയാതൊക്കെ പോയി നടന്നു. ആനപ്പിണ്ടത്തെ ചോട്ടിക്കോ മുടിയൊക്കെ തയ്ച്ചു വളരും. ഒരു തുള്ളി സോഡ കുടിക്കാൻ, ഒരു ദാഹം തീർക്കാൻ ഒരു ജീരക സോഡ എടുത്തപ്പത്തിനു എവിടുന്നാ വന്നു. ജീരക സോഡ ഉണ്ട് എന്നവരോട് പറ. ഇതാ ഒരു 2 ജീരക സോഡ കൂടി വേണേ. അത് തിരിച്ചു വരുമ്പോഴേ ആ രാത്രി പോണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദൂരം വന്നിങ്ങനെ നടക്കാന്ന് വിചാരിച്ചിട്ടാ. വെറുതെ ഗുയിസുകൾ എടുക്കണം. അങ്ങനെ ഇക്കൊല്ലം ഞങ്ങള് പട്ടാമ്പി വരെ നടക്കാൻ തീരുമാനിച്ചു. പട്ടാമ്പി വരെ നടങ്ങുമോ? നടങ്ങുമെന്നറിയില്ല. നടങ്ങണോരം നടങ്ങാന്ന് വിചാരിച്ചു. എന്നിട്ട് ഓട്ടോ കിട്ടുമല്ലേ? നമുക്ക് അളിന് ഓട്ടോ കയറ്റി വിട്ടിട്ട് ബ്രസ് കൊടുന്ന് അതിൽ കുറച്ച് പേര് അങ്ങനെ വന്നു. നിങ്ങളെന്താ അളിയ നടന്ന് വേറെ ടീമിന്റെ കൂടെ ഒക്കെ പോണേ. നിങ്ങളെ ഫോണിൽ വാങ്ങിക്കൊടുത്ത് കാരണം പറഞ്ഞു പോവാ, വെള്ളം കുടിക്കുക തന്നെ പണിട്ടോ. അങ്ങനെ എത്തണില്ല. അതാ ഗൈസ്, അതാ കുട്ടി ചിരിച്ചു. അങ്ങനെ നടക്കണില്ല, കുടി നടക്കുന്നുണ്ട്. പടക്കം പഠിച്ചാലേ അവരോട് പടക്കം ഇനി പേത്തിക്കിടുവോ? വേഗം എത്തിച്ചോ, എറിഞ്ഞോ. അമ്മലേച്ചിന്റെ മോൾക്ക് എന്താണ് മോളെ പേര് മാറുന്നു? ഉണ്ണിമോള്. ഞാൻ നാടോടി നൃത്തമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആ ഈ ഉമ്മച്ചിയിലെ അങ്ങനെ എന്തൊക്കെ ചരിത്രങ്ങൾ ഒരുപാട്. ഒരു മിഠായിയപ്പം മേടിക്കാതെ നേർച്ചല്ലേ? മിഠായിയപ്പം മേടിക്കാതെ നേർച്ച മുട്ടായിയപ്പം ഇതൊക്കെയാണ്. പാടില്ല നേർച്ച ആഘോഷിക്കാത്ത പോലെ. ഒന്നും കിട്ടിയിട്ടുള്ളവർക്ക് എടുക്കാനേ ഇന്നെന്തെങ്കിലും കാട്ടുമോ തളിയ. മിസ്സായില്ലോ, ധൈര്യപ്പെടൂല. അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ കയറി. കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കില്ലേ 500 കൊടുക്കുന്ന പൈസ എന്താന്ന് കാണിക്കണം. ഈ 500 കാണിക്കുന്നത്. 500 നമ്മളെ ഹൈലൈറ്റ്. കൊടുക്കുന്ന പൈസ കാണിക്കണം. ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കണം അല്ലേ?
അപ്പൊ ഓൻ നേരത്തെ കൊണ്ടല്ലോ. 2 വട്ടം ചോദിച്ചില്ലേ പറ്റി? അതെ എന്ത് എന്നാ കൊടുത്താ പഞ്ചാൾക്കായോ ഇപ്പൊ എല്ലാവർക്കും ആയോ? തള്ളാർക്കില്ലേ? ഒന്നും നോക്കില്ല, വാരിക്കോരി 500 ചെറു കൊടുത്തു. കുട്ടികൾക്ക് അതൊക്കെ ഇളച്ചികൾക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും തരും, നിങ്ങൾ യൂട്യൂബർമാരല്ലേ. ഒന്നും നോക്കില്ല, 500 ചെറു കൊടുത്തു. കുട്ടികൾക്കൊക്കെ 500 ചെറു കൊടുത്തു. ജാമ്യം അനക്കിട്ടില്ലല്ലോ.